ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വർഷാസ് ലെക്ചർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പഠിക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതോടുകൂടി ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിരുന്നു പഠിച്ചത്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ജേണല്, ലെഡ്ജറൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് to ascertain arithmetical accuracy of ledger account. അതായത് ലെഡ്ജർ അക്കൗണ്ടിന്റെ ആ ഒരു അക്യുറസി അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ലെഡ്ജർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. അടുത്തതെന്ന് വെച്ചാൽ ലൊക്കേറ്റ് എറേഴ്സ്. എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽപ്സ് ടു prepare ഫൈനൽ അക്കൗണ്ട്. അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ascertain the arithmetical accuracy of ledger account, locate errors, helps to prepare final account. ഓക്കെ, സോ അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ലെഡ്ജർ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് നോക്കാം. ഇതാണ് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ്. പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെറ്റർ, ക്രെഡിറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. അപ്പോൾ ഈ നമ്മുടെ ട്രയൽ ബാലൻസിനകത്ത് മെയിൻ ആയിട്ട് 5 ഐറ്റംസ് ആണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. സോ നമുക്ക് ട്രയൽ ബാലൻസിനകത്ത് 5 ഐറ്റംസ് ആണ് വരുന്നത്. അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഓക്കെ, എന്തൊക്കെയാണ് 5 ഐറ്റംസ്? അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, ഇതിൽ അസറ്റും എക്സ്പെൻസും എപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. ഇത് തെറ്റിപ്പോരുത്. അസറ്റും എക്സ്പെൻസും എന്തായിരിക്കും? എപ്പോഴും ഡെബിറ്റ് ബാലൻസ്. ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ എപ്പോഴും എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫർണിച്ചർ, മെഷീനറി. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ അസറ്റ്സ് ആണ്. അതെപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പെയ്ഡ് സാലറി, പെയ്ഡ് റെന്റ്, ഇതൊക്കെ നമ്മുടെ എക്സ്പെൻസ് ആണ്. ഓക്കെ, അതും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇൻകം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇപ്പോൾ സെയിൽസ്, അതുപോലെ റിസീവ്ഡ് കമ്മീഷൻ, അതൊക്കെ നമ്മുടെ ഇൻകം ആണ്. അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്ക് ലോൺ, നമ്മുടെ ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാപിറ്റൽ അതും എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ അസറ്റും എക്സ്പെൻസും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഇൻകം, ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ലെഡ്ജർ അക്കൗണ്ട് കറക്റ്റ് ആണോ ഇല്ലയോ, നമ്മൾ ഇതുവരെ ചെയ്ത ലെഡ്ജർ അക്കൗണ്ട് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അപ്പം ലെഡ്ജറിന്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കണ്ടാൽ മതി. സോ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാൻസാക്ഷൻസ് ആയിരിക്കും തരുന്നത്. ആദ്യം നമ്മൾ ജേർണലും ലെഡ്ജറും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിരിക്കും നമുക്ക് ഇപ്പോഴും ക്വസ്റ്റ്യൻ ചിലപ്പോൾ തരാറ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഡ്ജറിനകത്ത് നമുക്ക് ഓരോന്നിനും സിംഗിൾ ആയിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന്
പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സിംഗിളായിട്ട് അങ്ങനെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ബാലൻസ് ക്യാരി ഡൗൺ, നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ട്രയൽ ബാലൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അസറ്റ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ആ ഒരു എമൗണ്ട് ബാലൻസ്, അതായത് ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ ആയിരിക്കും. ഇപ്പം ലെഡ്ജറിനകത്ത് നമ്മൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്, അപ്പോൾ അത് നമ്മുടെ അസറ്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിനകത്ത് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മളത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ, അത് നമുക്കിപ്പോൾ എന്താണ് ജേർണൽ ലെഡ്ജർ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ട്രയൽ ബാലൻസ് ചോദിക്കുകയാണെങ്കിലാണ് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന പറയുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ട്രയൽ ബാലൻസിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് അസറ്റ് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് 75,000 ഡെബിറ്റ് ബാലൻസ് ആണ്. അടുത്തതെന്ന് വെച്ചാൽ ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, അതും എന്താണ്? അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് 25,000. നെക്സ്റ്റ് വൺ ഈസ് പർച്ചേസസ്. പർച്ചേസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആണല്ലേ, അപ്പോൾ അതെന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അടുത്തത് സെയിൽസ്. സെയിൽസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അതിലോട്ട് പൈസ വരികയാണ്, അതായത് നമ്മുടെ ഇൻകം ആണ് സെയിൽസ് എന്ന് പറയുന്നത്, അപ്പോൾ അതെന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. സെയിൽസ് 50,000. നെക്സ്റ്റ് വൺ ഇസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരുന്നത്. ₹1,00,000. നെക്സ്റ്റ് വൺ ഇസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. ക്രെഡിറ്റ് ബാലൻസ് 2,00,000. ലാസ്റ്റ് വൺ ഇസ് സാലറി. സാലറി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആണ്, സോ അപ്പോൾ അത് ഡെബിറ്റ് സൈഡ് ആണ്. $10,000. ഓക്കെ, സോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ട്രയൽ ബാലൻസിന്റെ രണ്ട് സൈഡും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതായത് ഡെബിറ്റ് സൈഡും എഴുതി, ക്രെഡിറ്റ് സൈഡ് എഴുതി. ഡെബിറ്റ് സൈഡിൽ വരുന്ന അക്കൗണ്ട്സ്, ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് രണ്ട് സൈഡും ബാലൻസ് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡും നമ്മൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്? രണ്ട് സൈഡും ബാലൻസ് ചെയ്യും. ഇപ്പൊ ഈ രണ്ട് സൈഡും ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സൈഡും നമുക്ക് വരുന്നത് ഈക്വൽ എമൗണ്ട് ആണോ എന്ന് നോക്കണം. ഓക്കെ, അതായത് ഈ രണ്ട് സൈഡിൽ നമുക്കിപ്പോൾ രണ്ട് എമൗണ്ടാണ് കിട്ടുന്നത് വെച്ചാൽ, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്കൊരു എമൗണ്ട് കിട്ടി, ക്രെഡിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്? നമുക്ക് ഉറപ്പിക്കാൻ നമ്മൾ ചെയ്ത ട്രയൽ ബാലൻസ് തെറ്റാണ്. ഓക്കെ, അതായത് നമ്മൾ ഇതിനു മുമ്പ് പ്രിപ്പയർ ചെയ്ത ലെഡ്ജർ, ജേർണൽ എല്ലാം തെറ്റാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ രണ്ട് സൈഡ് നമുക്ക് ഈക്വൽ ആയിട്ട് സെയിം എമൗണ്ട് ആണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ലെഡ്ജർ ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് സൈഡും രണ്ട് എമൗണ്ടാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി, എവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, പക്ഷെ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടിയാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്, ട്രയൽ ബാലൻസ് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഉറപ്പിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ട്രയൽ ബാലൻസ്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം എഴുതി കറക്റ്റ് ഡെബിറ്റ് സൈഡും കറക്റ്റ് ക്രെഡിറ്റ് സൈഡും എല്ലാം പോസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ എമൗണ്ട് രണ്ട് സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. ഓക്കെ, കാരണം ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് രണ്ട് സൈഡ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യുമ്പോഴാണ് രണ്ട് സൈഡ് ഈക്വൽ എമൗണ്ട് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രയൽ ബാലൻസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ തന്നെ അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.